ഇന്നലെ പരപ്പനങ്ങാടിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ന്യൂകട്ട് എന്ന സ്ഥലം ഒന്ന് സന്ദർശിക്കാം എന്ന് തോന്നിയത്. നമ്മൾ ചെമ്മാടിൽ നിന്നും പരപ്പനങ്ങാടി പോകുന്ന വഴിയിൽ പാലത്തിങ്കൽ പാലം കഴിഞ്ഞ തൊട്ട് അടുത്ത് തന്നെ ഇടതുഭാഗത്തേക്കുള്ള റോഡിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കീരനെല്ലൂർ ന്യൂകട്ട് എന്നൊരു സ്ഥലത്തെത്തിച്ചേരും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സന്ദർശിച്ചെങ്കിലും ഒരുപാട് കാലമായി ഈ വഴിയിൽ വന്നിട്ടില്ല. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കണ്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന ചെറിയ പാലത്തിലൂടെ കയറി ഒരു പുഴ പോലെ ഒഴുകിപ്പോകുന്ന ഒരു വലിയ ജലാശയം തന്നെ ഇവിടെ കാണാം. ഇവിടെ ദൂരെയായി ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടും മരത്തിൻ്റെ കമ്പിൽ കയറി നിന്നുകൊണ്ടുമൊക്കെ ധാരാളം ആളുകൾ ദൂരെ നിൽക്കുന്നത് കാണാം. അവിടെ ഉയർന്ന സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നവരും മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്നവരും അങ്ങനെ ധാരാളം ആളുകൾ അവിടെ ഇവിടെയായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പാലം കടന്നു കഴിഞ്ഞാൽ അക്കരെ എത്തിയാൽ ഇതിനേക്കാളും മനോഹരമായ സ്ഥലങ്ങളാണ് അപ്പുറത്ത് കാണാൻ കഴിയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, ധാരാളം ഫാമിലിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളുണ്ട്. വളരെ തിരക്കാണെന്ന് തന്നെ പറയാം. വിശാലമായ സ്ഥലമായതുകൊണ്ട് തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഞങ്ങളതിലെ നടന്നു മറ്റൊരു പുഴ പോലെ വലിയൊരു തോട് പോലെ ഒഴുകി പോകുന്ന മറ്റൊരു ഭാഗത്തേക്കെത്തി. അവിടെയും ചെറിയൊരു പാലം ഉണ്ട്. ആ പാലം വഴി അക്കരയ്ക്ക് കയറാനും അതിൻ്റെ അക്കരെ നിന്നുകൊണ്ട് അതിനപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കാണാനും ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. കർഷകരെ ഉദ്ദേശിച്ചിട്ടാവും ഇത്തരം ചീർപ്പ് എന്ന് പറയുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അതിമനോഹരം തന്നെയാണ് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടേക്ക് വരാൻ ടിക്കറ്റോ മറ്റോ ഒന്നും ആവശ്യമില്ല. ധാരാളം ഫാമിലികൾ 2 ഭാഗത്തായി നിൽക്കുന്നുണ്ട്. വെള്ളം അത്യാവശ്യം നല്ല ഒഴുക്കാണ്. അത്യാവശ്യം ആഴമുള്ള സ്ഥലമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. വളരെ നയന മനോഹരം എന്ന് തന്നെ പറയണം. ഇടയ്ക്ക് ധാരാളം മരങ്ങളുണ്ട്. അക്കരെയും മരങ്ങളുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ടും മരങ്ങളുണ്ട്. ആ ഏരിയയിലെല്ലാം ആളുകളാണ്. ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കാം ഇത്രയധികം ആളുകൾ. പിന്നെ മഴക്കാലത്തിനിടയ്ക്ക് വെയിലുള്ളൊരു ദിവസമായതുകൊണ്ടും ധാരാളം ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയ ദിവസമാണ്. പിന്നെ അങ്ങനെ പാലത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെയാണ് കൂടുതൽ ആളുകൾ കാണാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടികൾ, മുതിർന്നവർ എന്നില്ല എല്ലാ ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് ധാരാളം ആളുകൾ ഇറങ്ങി അക്കരയ്ക്ക് നടക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. പരിചയമില്ലാത്ത ആളുകൾ ഇത്തരം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇവർക്ക് അറിയുമോ എന്നറിയില്ല. അതുപോലെ തന്നെ ആ നടക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ അടിഭാഗത്ത് എന്താണ് ഉള്ളത് എന്നോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് പൊന്തി നിൽക്കുന്ന എന്തെങ്കിലും വരമ്പോ മറ്റോ അവിടെ ഉണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഒരു ധൈര്യത്തിൽ കുറേ ആളുകൾ അങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട് അക്കരയ്ക്ക്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ധാരാളം മരങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് കളിക്കുന്ന കുറേ കുട്ടികളും എല്ലാം അതിൻ്റെ ആ ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഫാമിലിയായി വരുന്നവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഇടമാണ്.
കപ്പിൾസിനും വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ഇവിടെ ഇന്ന് കാണുന്ന അത്രയും തിരക്ക് എല്ലാ ദിവസവും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കാം. അതിവിശാലമായ ഒരു ഏരിയ തന്നെയാണ്. ഈ ഏരിയയിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് അത്ര പ്രാധാന്യം തോന്നണമെന്നില്ല. പക്ഷേ പുറമേ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരം എന്ന് തന്നെ പറയണം. കുറേ ആളുകൾ അവിടെയൊക്കെ വെള്ളത്തിലേക്ക് ചാടുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ചായ, കൂൾ ഡ്രിങ്ക്സൊക്കെ ലഭിക്കുന്ന കടകളും ഇതിനടുത്ത് തന്നെയുണ്ട്. കുട്ടികൾക്കൊക്കെ ചാടി കളിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ്. പക്ഷേ മുതിർന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം കുട്ടികളെ വെള്ളത്തിലിറക്കാൻ. പരിചയമില്ലാത്ത സ്ഥലമാണ്. ചില ഭാഗങ്ങളിൽ നല്ല ഒഴുക്കുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം നല്ല ഒഴുക്കും കാണുന്നുണ്ട്. ആളുകൾ അങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒഴിവ് സമയത്ത്, പ്രത്യേകിച്ചും മഴക്കാലത്ത് മഴയ്ക്ക് ഇടയിലുള്ള വെയിലുള്ള സമയത്ത് ഇത്തരം ഏരിയകളൊന്ന് സന്ദർശിച്ച് നോക്കുക. പ്രത്യേകിച്ചും ഈ ഏരിയ കീരനെല്ലൂർ ന്യൂകട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചെമ്മാട് പരപ്പനങ്ങാടി റൂട്ടിൽ പാലത്തിങ്ങൽ എന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് വന്നാൽ മതി.